ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2 kg വെയിറ്റ് വരുന്ന മെക്സിക്കൻ ടോഫിയുടെയാണ്. ആദ്യം ടോഫി ഉണ്ടാക്കണം. അതിനായിട്ട് 200 ml മിഠായി മീറ്റ് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് മുങ്ങുന്ന തരത്തിൽ വെള്ളം ഒഴിച്ച് ഒരു 3 വിസിൽ കേൾപ്പിച്ചെടുക്കുവാണ്. അരക്കപ്പ് പാല് ഞാനിവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടോഫി ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തണുത്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ടോഫി കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അപ്പോൾ കട്ടകളൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി ഈ മിക്സ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇനി ഒരു സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. ഇതുപോലെ പഞ്ചസാരയെല്ലാം അലിഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം അൺസോൾട്ടഡ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് അലിയിച്ചെടുക്കാം. ബട്ടറൊക്കെ ഒന്ന് അലിഞ്ഞ് വരുമ്പോഴേക്കും ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കുറേശ്ശെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മുഴുവൻ ടോഫിയും ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. സോസൊക്കെ ഒന്ന് തണുക്കുന്ന നേരം കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. 1.25 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരിപ്പയിലേക്ക് 2 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന സോസ് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് 2 ബൗളിലേക്ക് 1/2 കപ്പ് വീതം സോസ് ഒഴിച്ച് മാറ്റി വയ്ക്കാം. മിക്സിയുടെ ജാറിൽ ബാക്കി വരുന്നതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും 1 കപ്പ് ചൂട് പാലും ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. ഇത് കേക്ക് വെറ്റ് ചെയ്യാനാണ് എടുക്കേണ്ടത്. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 8 മുട്ടയും 1 നുള്ളുപ്പും 2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയൊക്കെ ഒന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും ഇതിലേക്ക് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന 1.25 കപ്പ് പഞ്ചസാരയും കൂടി കുറേശ്ശെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ മുട്ടയുടെ മഞ്ഞ നിറമൊക്കെ മാറി വെള്ള നിറമാകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഓയിൽ കുറേശ്ശെ ഒഴിച്ച് ബീറ്ററിൻ്റെ 1ാമത്തെ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന മൈദ മിക്സ് കുറേശ്ശെ ഇട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബാറ്റർ താഴ്ന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പാലിൻ്റെ മിശ്രിതം കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബാറ്ററൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 9.5 പാനിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. എയർ ബബിൾസൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ഒന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. 2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്രീം ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ഒരു ബൗളിലെ ടോഫി സോസ് ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്കൊക്കെ തണുത്തതിന് ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു കേക്ക് ബോർഡിലേക്ക് ഒരല്പം ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഫസ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സ്പെഷ്യൽ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഈ സിറപ്പ് എത്താൻ ശ്രദ്ധിക്കണം. നല്ലൊരു ടേസ്റ്റാണ് ഈ സിറപ്പ് കൊണ്ട് കേക്ക് വെറ്റ് ചെയ്യുമ്പോൾ. ഇനി ഫില്ലിങ്സിനായിട്ട് മാറ്റി വെച്ചിരുന്ന ക്രീം എടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഈ ക്രീമിലും ടോഫി സോസ് ചേർത്തത് കൊണ്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കിട്ടുന്നത്. ക്രീം കൊടുത്തതിന് ശേഷം ലെയറിൽ ഒഴിക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന സോസ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫില്ലിങ്സ് ആയിട്ട് കുറച്ച് നട്ട്സും ബദാമും അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയറും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അത് നന്നായി ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ക്രീം കൊണ്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഫില്ലിങ്സ് ആയിട്ട് പ്രലൈൻസും സോസും ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഫൈനൽ ലെയർ വെച്ച് കൊടുക്കുക. അതും നന്നായി ആ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ക്രീം കൊണ്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. സെക്കൻഡ് ലെയർ ചെയ്യുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഫസ്റ്റ് ലെയർ ചെയ്തതുപോലെ തന്നെ ചെയ്താൽ മതി. ഇനി കേക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ കേക്ക് സെറ്റ് ആവാനായിട്ട് ഞാൻ വയ്ക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഫൈനലൈസിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിന് മുന്നേ കേക്ക് ബോർഡൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനലൈസിങ് ചെയ്യാം. നേരത്തെ ചെയ്ത ഒരു ഡിസൈൻ തന്നെയാണ് കസ്റ്റമർ സെലക്ട് ചെയ്തത്. അതിൽ ചെറുതായിട്ടൊരു വേരിയേഷനൊക്കെ വരുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്.
ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.